പുറത്തേക്കൊന്ന് പോണം. പക്ഷെ ഞാൻ പോകുമ്പോ ഇയാളെങ്ങാനും എഴുന്നേറ്റാലോന്നാ. ഞാനില്ലാത്ത സമയത്ത് ഇയാളെങ്ങാനും ഉണരുകയാണെങ്കിൽ എവിടെയാണെന്ന് അറിയാണ്ട് ആകെ വെപ്രാളപ്പെടും. ചിലപ്പോ ഓടി രക്ഷപ്പെടാനും ശ്രമിക്കും. പിന്നെ കണ്ടുപിടിക്കാനും പറ്റിയെന്ന് വരില്ല. കണ്ണിമ പൂട്ടാതെ ഇയാളെ നോക്കണേന്ന് മേഘന പറഞ്ഞിട്ട് പോയതാ. എന്താ ഇപ്പൊ ഒരു വഴി? ഇതുവരെ തെളിയാത്ത ബോധമല്ലേ, പെട്ടെന്നൊന്നും എണീക്കില്ല. അതിനുള്ളിൽ പോയിട്ട് വന്നേക്കാം. മിഥുനേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. എന്തിന്? വാ പറയാം, വന്നേ. എന്താ ഒന്നവിടെ ഇരുന്നേ. ഒരു മിനിറ്റേ. മേഘന എന്തീ കാണിക്കുന്നേ? മിണ്ടരുതെന്നല്ലേ പറഞ്ഞാൻ. കുളിച്ചിട്ട് വന്ന ഉടനെ നല്ലോണം തല തുറത്തിക്കൊള്ളണമെന്ന് എത്ര വട്ടം പറഞ്ഞാലും മിഥുനേട്ടൻ കേക്കില്ലല്ലോ. പിന്നെ ജലദോഷാണ്, പനിയാണെന്നൊക്കെ പറഞ്ഞു കിടന്നോളൂ. പുറകെ നടന്ന ഒരാൾ പറഞ്ഞോണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒന്നിനൊരു ശ്രദ്ധയുമില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? തല തോർത്തണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്തോളാം. നീതാ. ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അവിടെ അടങ്ങിയിരിക്കും. അവിടെ എഴുന്നേക്കല്ലേ. ഇതെന്താ ഇത്? സാമ്പ്രാണി. ഞാനെന്താ കൊച്ചുകുട്ടിയാ? എന്തിനാ ഈ സാമ്പ്രാണി പുകയൊക്കെ? ജനിച്ച ദിവസം എല്ലാവരും കൊച്ചുകുട്ടികളാ. പിടിച്ചത്. അയ്യോ, അതിന് ഈ പുകയൊന്നും. മിഥുൻ, ഏയ് മേഘനെ, എന്താ ഈ ചെയ്യുന്നേ? കണ്ടിട്ട് എന്താ തോന്നേ? സാമ്പ്രാണി പുക പിടിക്കാം. മിഥുൻ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ഞാൻ ഇവിടെയുണ്ട്. ഈ പേരും പറഞ്ഞ് മിഥുനുമായിട്ട് മുട്ടിയുരുമേ അവനെ വശീകരിക്കാനുള്ള ശ്രമമായിരിക്കും. ഇങ്ങോട്ട് താ. കൈ പൊള്ളിപ്പോയി മിഥുൻ. എല്ലാത്തിനും മത്സരിക്കാൻ വന്നിട്ട് കാര്യമില്ല മഞ്ജരി. ചിലതൊക്കെ ശീലം കൊണ്ടേ പഠിക്കാൻ പറ്റൂ. ആന ചിഹ്നം വിളിക്കുന്നത് കണ്ടിട്ട് മുയൽ അതിന് ശ്രമിച്ചാലേ വാ കീറി പോത്തേ ഉള്ളൂ. വയ്യാത്ത പട്ടി കയ്യാലെ കയറണോ? എന്നാ പിടിച്ചോ. മിഥുൻ, കുഗ്രാമത്തിലെ കോപ്രയങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ വാങ്ങിച്ച ഡ്രസ് ഇടാൻ മറക്കല്ലേ. ഓക്കെ? ആയിക്കോട്ടെ. ഞാൻ താഴെ ചെന്ന് ഡെക്കറേഷന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. മിഥുൻ, മിഥുൻ, ഞാനിപ്പോ എവിടെയുള്ളേ? എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതാരാ? ആരുമില്ലേ ഇവിടെ? പിന്നെ മഞ്ചരിയുടെ ആളുകളുടെ കയ്യിലാകപ്പെട്ടോ ഞാൻ? ആരവിടെ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരണേ. ഇന്ന് മിഥുന്റെ ജന്മദിനമല്ലേ? ഇന്ന് മുതൽ 3 മാസത്തേക്ക് മിഥുന് അതിഭീകരമായ ആപത്തുകളുണ്ടാവും. അത് വരുന്നത് ഏത് ഭാഗത്ത് നിന്നാണെന്നോ ഏത് രൂപത്തിലാണെന്നോ അറിയില്ല. ഇനി അവനുണ്ടാവുന്ന അപകടങ്ങളെല്ലാം അവന്റെ ജീവൻ അപഹരിക്കുന്ന രീതിയിലുള്ളതാവും. പക്ഷേ അതിൽ നിന്ന് എങ്ങനെയാണ് മിഥുനെ രക്ഷിക്കുക? ഇതെങ്ങനെ അവനെ അറിയിക്കും? മിഥുൻ, ഇത് ഭയങ്കര ടൈറ്റ് ആണല്ലോ. മഞ്ജരി ഇത് എന്ത് കണ്ടിട്ടാ വാങ്ങിട്ട് വന്നേ? മിഥുനേട്ടാ, കോഫി. ഓ, എനിക്കിപ്പോ കാപ്പിയൊന്നും വേണ്ട. അത് കുടിക്കാനുള്ള മൂടൊക്കെ ആകെ പോയി. എന്താ മിഥുനേട്ടാ ഈ ഡ്രസ് ഇങ്ങനെ? ഇതെന്നലെ മഞ്ജരി അളന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. റെഡിയാണോ? റെഡിയായി. ഇതാ കണ്ടോ. ഇത് വല്ല കൊച്ചു പിള്ളേർക്കും കൊണ്ട് ഇടാൻ കൊടുക്ക. ഇതെങ്ങനെയാ ടൈറ്റ് ആയി പോയേ? അത് ഞാൻ നിന്നോടല്ലേ ചോദിക്കണ്ടേ? പാലക്കട കയറി ഇറങ്ങി കഷ്ടപ്പെട്ട വാങ്ങിച്ചെന്ന് പറഞ്ഞ് ഭയങ്കര ബിൽഡപ്പ് ആയിരുന്നല്ലോ. എന്നിട്ടാ കൊണ്ടുവന്ന സാധനം എങ്ങനെയുണ്ടെന്ന് നീ തന്നെ അങ്ങ് കണ്ടു. ഞാൻ പറഞ്ഞില്ലായിരുന്നു മഞ്ജരി, വലിയ മലമറിക്കുന്ന ഉച്ചത്തിൽ പ്രസംഗിച്ചാൽ മാത്രം പോരാ, ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടാവണം. എന്നാലേ നമ്മൾ ചെയ്യുന്നത്
മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടും. മേഘനെ, നീ ഇതിനിടയ്ക്ക് കയറണ്ട, അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ ഡിസപ്പോയിന്റഡാ. മിഥുൻ, നീ ഇവിടെ എന്തെടുക്ക? ഇതുവരെ റെഡി. എന്ത് നാടാ ഇത്? ഇത് മഞ്ജരി നിനക്ക് സമ്മാനിച്ച ഡ്രസ് അല്ലേടാ? അപൂർവമായതാ, വില പിടിച്ചതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാചകോടിയായിരുന്നല്ലോ. എന്നിട്ട് ഇതിപ്പോ മിഥുനെ ശ്വാസം പൊട്ടിച്ച് കൊല്ലുന്ന അവസ്ഥയായല്ലോ. ഇതാണോ മഞ്ജരി നീ മിഥുന് വാങ്ങിച്ചു കൊടുത്ത വലിയ ഗിഫ്റ്റ്? അതിപ്പോ അച്ഛമ്മ മിഥുന് ചേരുന്ന സൈസാന്നാ കരുതിയെ. ഇത്രയും കാലമായിട്ടും ഇതിന്റെ ഡ്രസ്സിന്റെ സൈസ് പോലും നിനക്ക് അറിയില്ലേ മഞ്ജരി? ശരി, അതൊക്കെ വിട്. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ ചിന്തിക്കണമായിരുന്നു. ഇനിയെങ്കിലും മഞ്ജരി ഇതൊക്കെ ഒന്ന് പഠിച്ചാ കൊള്ളാം. ഇനി ഇപ്പൊ മിഥുൻ ഇന്ന് എന്താ ഇടുക അരുണിമേ? എന്നത്തെയും പോലെ മിഥുന് വേണ്ടി ഞാനൊരു പുതിയ ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ടമ്മേ. മഞ്ജരി വാങ്ങിക്കൊണ്ടുവന്നതുകൊണ്ടാ ഞാനത് മിഥുന് കൊടുക്കാഞ്ഞ്. മേഘനെ, എന്റെ റൂമിൽ മിഥുന്റെ ഒരു സെറ്റ് ഡ്രസ്സുണ്ട്, അത് കൊണ്ടുവന്ന് ഇവന് കൊടുക്ക. ആയിക്കോട്ടെ അമ്മേ. മിഥുൻ, ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് റെഡി ആയിട്ട് നീ താഴേക്ക് പോയോ? നടക്കമ്മേ. ഹായ് പ്രിയമതേ. ഹായ്. അരുണിമയുടെ അരുണിമേച്ചി ഇവിടെ എവിടെയെങ്കിലും കാണും. ഒന്ന് മോളിൽ ചെന്ന് നോക്കിക്കോളൂ. മഞ്ജരി, മിഥുന്റെ ജന്മദിനായിട്ട് നീ ഇന്ന് എന്ത് സന്തോഷവതിയായിരിക്കേണ്ടതാ, വളരെ ഉത്സാഹവതിയായിരിക്കേണ്ടതല്ലേ? എന്നിട്ട് നീ എന്താ ആകെ വല്ലാണ്ടിരിക്കുന്നേ? എല്ലാം ഞാൻ വിചാരിച്ച പോലെ നടന്നിരുന്നെങ്കിൽ ഞാനും ഇന്ന് ഉത്സാഹവതിയായിരുന്നേനെ. അതിന് മാത്രം എന്താണ്ടായേ? ഏറ്റവും ആദ്യം മിഥുനെ വിഷ് ചെയ്യണമെന്ന് കരുതിയിരുന്നതാ, പക്ഷെ അത് പാളിപ്പോയി. ഞാൻ സ്നേഹത്തോടെ അവന് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സും അവനിടാൻ പറ്റിയിട്ടില്ല. അത് അവന് വല്ലാത്ത ടൈറ്റായിരുന്നു. ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതെല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്ത് ചെയ്യും? എന്ത് കണ്ട് ഞാൻ ഉത്സാഹിക്കാനാണ് ആന്റി? മഞ്ജരി, cheer up. നോക്കിയേ, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ ഒരു ഉരുള ചോറിൽ ചെറിയൊരു കല്ലുണ്ടെങ്കിൽ പ്ലേറ്റിലുള്ളത് മൊത്തം മാറ്റി വെക്കും. ആ ഉരുള മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവൻ അകത്താക്കും. ഇതും അത്രയ്ക്ക് തന്നെ ഉള്ളൂ. തുടക്കത്തിൽ ഒരു ചെറിയ തടസ്സം ഉണ്ടായിന്ന് വെച്ച് ദിവസം മുഴുവൻ അങ്ങനെയാവോ? cheer up. ദേ അത് കണ്ടോ, മിഥുൻ വരുന്നുണ്ട്. ഈ പ്രവീൺ മാധവ് ആരാണെന്ന് എനിക്ക് കാണിച്ചു തരാം. മിഥുൻ, നീ എന്നോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. പ്രതികാരം തീർക്കാൻ ഓരോന്നായി ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്.
താങ്ക് യു. എന്തു പറ്റി മിഥുൻ? നിന്റെ പിറന്നാളിന്റെ അന്ന് ഞാൻ വരുമെന്ന് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? അപ്രതീക്ഷിതമായി ചെയ്യുക എന്നതാ ഈ പ്രവീൺ മാധവൻ എന്നും ശീലം. നീ എന്തിനപ്പം ഇങ്ങോട്ട് വന്ന്? അയ്യോ, ഇതാണോ നിന്റെ ആദിത്യ മര്യാദ മിഥുൻ? ഒരു ആഘോഷത്തിന് ആരെങ്കിലും വരുമ്പോ ഒരു ജ്യൂസ് എങ്കിലും തന്ന് സ്വീകരിക്കുകയല്ലേ വേണ്ടത്? നീ ഒരു ആട്ടും തന്നെ എന്നെ പുറത്താക്കുന്ന മട്ടാണല്ലോ. എനിക്ക് ആരെ ചേർത്ത് നിർത്തണമെന്നും ആരെ എന്റെ കയ്യകലത്തിൽ നിർത്തണമെന്നും വളരെ നന്നായി അറിയാം പ്രവീണെ. ഞാനത് പറയാതെ തന്നെ തനിക്കും ഇത് അറിയായിരിക്കുമല്ലോ. ഓഫ് കോഴ്സ് മിഥുൻ, അഗ്നി എത്രത്തോളം പൊള്ളുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അതിനോടടുക്കുമ്പോൾ നമ്മൾ വളരെയേറെ സൂക്ഷിക്കും. നിന്നെ എനിക്ക് മനപ്പാടാ. നിന്നെ എതിരിടാനുള്ള സകല സന്നാഹവും ഒരുക്കിയിട്ട് തന്നെ ഞാൻ വന്നിട്ടുള്ളത്. ഗുഡ്. പക്ഷെ സൂക്ഷിക്കണം നീ. ഇനി മുന്നോട്ടുള്ള നിന്റെ കുനിഷ്ടും കുന്നായ്മകളും അതുപോലെ ഗൂഢാലോചനകളും കുതന്ത്രങ്ങളും ഒക്കെ ഇവിടെ ചെലവാവില്ല മോനെ. നീ വളരെയധികം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാ. ഇനി പച്ചവെള്ളം കണ്ടാലും ഒന്നറയ്ക്കും. പുലി പതുങ്ങുന്നതെന്നും പൂർവാധികം ശക്തിയോടെ പാഞ്ഞെടുക്കാനാ. മംഗലാപുരത്തെ എന്റെ കച്ചവട സാമ്രാജ്യം നീ തകർത്തു. പോരാത്തതിന് ടർക്കിയിലും എത്തി അവിടെയും നീ എന്നെ അപമാനിച്ചു. മൂർഖൻ പാമ്പിനെ അങ്ങ് നോവിച്ചു വിട്ടിട്ട് അതൊരിക്കലും തിരിച്ചു വരില്ലെന്ന് നീ അങ്ങ് കരുതിയോ? നീ എനിക്ക് ഏൽപ്പിച്ച ഓരോ മുറിവിനും എണ്ണി എണ്ണി ഞാൻ പകപോക്കിയിരിക്കുമടാ. നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇവിടെ എത്തിയത്. പട്ടാപ്പകല് കണ്ണും തുറന്ന് നടക്കാത്ത സ്വപ്നങ്ങളാണോ കാണുന്നത് പ്രവീണെ? ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു കുറച്ചെങ്കിലും നന്നാവാൻ ശ്രമിച്ചാ രക്ഷപ്പെടാൻ പറ്റും. അല്ലാതെ വെറുതെ നീ സമയം പാഴാക്കാൻ നോക്കണ്ട. അത് പാതാളത്തിലേക്കുള്ള യാത്രയാവും. മതി മിഥുൻ, നിന്റെ ഉപദേശങ്ങൾ കേൾക്കാനും നിന്റെ താക്കീത് കേട്ട് പേടിച്ചോടാനുമല്ല ഞാൻ വന്നത്. നിന്റെ മുട്ട് വിറപ്പിക്കാൻ, നിന്റെ ഉള്ളിൽ ഒരു ആന്തലുണ്ടാക്കാൻ. എന്നിട്ടേ ഞാൻ ഇവിടെ വിടും. നീ ചെവിയിൽ നുള്ളിക്കോ മിഥുന്നത്. എന്റെ വരവൊന്ന് അറിയിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്റെ ഓരോ അടിയും നിന്റെ നെഞ്ചത്ത് പതിക്കുമ്പോ തളർന്നു വീഴാനാ നിന്റെ വിധി. എന്നാ പിന്നെ ശരി, ഞാൻ വന്ന കാര്യം അങ്ങ് ഫിനിഷ് ചെയ്തേക്കാം. മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മിഥുൻ നന്ദൻ.
ഹലോ മിസ്സിസ് മേഘനാനന്ദൻ. എന്താ നിന്റെ കെട്ടിയവനുള്ള ബോംബ് അതിലുണ്ടോ എന്നാണോ നീ നോക്കുന്നേ? അത്രയ്ക്ക് ചീപ്പല്ല മുളഞ്ഞ്. എന്റെ ഓരോ കണക്ക് തീർക്കലും ജീവിതകാലം മുഴുവൻ ഓർമ്മയിലിരിക്കുന്ന വിധമായിരിക്കും. ഇങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് പൊക്കിയ പിന്നെ എന്ത് രസമുള്ള. നീയും നിന്റെ ഭർത്താവും ചേർന്ന് ടർക്കിയിൽ എനിക്കിട്ട് തന്ന പണി ഞാൻ മറന്നിട്ടില്ല. അതിപ്പോഴും ഇവിടെ നൊന്ത് നീറുന്നുണ്ട്. ജീവിതാവസാനം വരെ നിങ്ങൾ ഈ പ്രവീൺ മാധവനെ ഒരിക്കലും ഇനി മറക്കില്ല. സീ യു മിഥുൻ നന്ദൻ. മിഥുൻ, നാല് സിനിമാ ഡയലോഗും പറഞ്ഞ് ഞാൻ പോകാൻ വന്നതായിരിക്കുമെന്നാണ് നിന്റെ ധാരണയെങ്കിൽ ഈ ദിവസം നീ ഓർത്തോ, ഇന്നു മുതൽ നിന്റെ കൗണ്ട് ഡൗൺ. അവസാനമായിട്ടൊന്ന് സന്തോഷിച്ചോ. മിഥുൻ നന്ദൻ, നാളെ തൊട്ട് സന്തോഷം എന്നൊരു വാക്കുപോലും നിന്റെ ജീവിതത്തിലെ നിഘണ്ടുവിലുണ്ടാവില്ല. നിന്റെ പതനം തുടങ്ങാനുള്ള ഹരിശ്രീ ഞാൻ കുറിച്ചു കഴിഞ്ഞു. മിഥുന് നേരെ അടുത്തുകൊണ്ടിരിക്കുന്ന ആപത്തിനെ കുറിച്ച് എങ്ങനെയെങ്കിലും അവനെ അറിയിക്കണമല്ലോ. ഇവിടെ നിന്ന് എനിക്ക് പുറത്ത് കടന്നേ പറ്റൂ. എന്റെ മഹാദേവ, എഴുന്നേറ്റ് നടക്കാനുള്ള ശക്തി തരണേ. മിഥുനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള മാർഗം കാണിച്ചു തരൂ.